ഇപ്പോൾ ചോദ്യങ്ങളിൽ പലതും ഇങ്ങനെ വരാറുണ്ട്, ചേട്ടായിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് വിഷമമായി. കാരണം ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഡിവോഴ്സ് ചെയ്യാൻ വരെ പോയിരുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, ഒരു പെർട്ടിക്കുലർ പേഴ്സൺ. ഓക്കെ, ലൈക്ക് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ കമ്പനിയൊക്കെ ആയിട്ട്. പക്ഷെ സെയിം ടൈം നമുക്കിപ്പോൾ ഈ നെഗറ്റീവ് കമൻസ് കിട്ടുന്നു. ബാക്കി ഇപ്പം നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ ഡയറക്റ്റ് വന്ന നെഗറ്റിവിറ്റി പറയുന്നവരൊക്കെ ഉണ്ടല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൃന്ദ അർജുൻ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. കാരണം ഞാൻ എന്ന് പറയുന്ന യൂട്യൂബർ അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞൊരു പേഴ്സൺ, നിങ്ങൾ ഇത്രയും നാളും അറിയുന്ന ഒരാൾ ഒരിക്കലും യൂട്യൂബർ ആകണം എന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ള ഒരാളല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം ഡാൻസ്, അത് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ അങ്ങനെ അറിഞ്ഞവരാണ്. അപ്പോൾ ഞാൻ ഇത്രയും നാളും ചെയ്തിരിക്കുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് എല്ലാം എൻ്റെ ഇഷ്ടത്തിന് ചെയ്തേക്കുന്ന ഒരു കോണ്ടന്റ് ആണ് കേട്ടോ. പക്ഷേ ഇന്നത്തെ ഈ ഒരു കോണ്ടന്റ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും, തംബ്നെയിലും ടൈറ്റിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഐ എം റെസ്പോണ്ടിങ് ടു ദ നെഗറ്റീവ് കമൻറ്റ്സ്. അപ്പോൾ ഇത്രയും നാൾ നമുക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് കമൻസിനെയൊക്കെ നമ്മളിന്നൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ പോകണം. ഐ എം നോട്ട് റിയാക്ടിങ്, ഐ എം ജസ്റ്റ് റെസ്പോണ്ടിങ് ടു ഇറ്റ്. ഓക്കെ, ആ റിയാക്ഷനും റെസ്പോണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ പേഴ്സണൽ ലൈഫിൽ നെഗറ്റിവിറ്റി ഒട്ടും ടോളറേറ്റ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. പ്രത്യേകിച്ച് നെഗറ്റീവ് പീപ്പിളിൻ്റെ ആയാലും നെഗറ്റീവ് തോട്ട്സും ഒട്ടും തന്നെ ടോളറേറ്റ് ചെയ്യാറില്ല. എങ്ങാനും എൻ്റെ ലൈഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഇഗ്നോർ ചെയ്ത് വിടും, അല്ലെങ്കിൽ കട്ട് ചെയ്ത് വിടും. അതായത് എൻ്റെ ലൈഫിൽ റീസെൻ്റ് ആയിട്ടൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, ഒരു പെർട്ടിക്കുലർ പേഴ്സൺ. ഓക്കെ, നേരത്തെ തന്നെ പറഞ്ഞേക്കാം വർഷീകർത്തി ഒന്നുമല്ല, ബിക്കോസ് നിങ്ങൾക്കറിയാം അതെൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണെന്ന്, അവരൊന്നുമല്ല കേട്ടോ. അപ്പോൾ എൻ്റെ അങ്ങനത്തെ ഒരു ഫ്രണ്ട് ലൈക്ക് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ കമ്പനിയൊക്കെ ആയിട്ട്. പക്ഷെ സെയിം ടൈം നമ്മളെക്കുറിച്ച് വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളിൽ ചെന്നിട്ട് നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയുക. ഓക്കെ, അതും എൻ്റെ തോളത്ത് കൈയിട്ടിട്ടാണ് ഇങ്ങനെ ആ പേഴ്സൺ ഇങ്ങനെ നെഗറ്റിവിറ്റി എന്നെപ്പറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഞാനത് വർഷങ്ങൾക്കിപ്പുറം വെരി റീസെൻ്റ്ലി അത് ഞാൻ അറിയുകയും ആ പേഴ്സണിനെ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് കളയുകയും ചെയ്തു. അത് പെട്ടെന്ന് തന്നെ ഓൾ ഓഫ് എ സഡൻ തന്നെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ലൈക്ക് ഐ ആസ്ക്ഡ് ദ എക്സ്പ്ലനേഷൻ, ബട്ട് ടിൽ നൗ ആൾക്ക് ആ ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റിയിട്ടില്ല. സോ അതിൻ്റെ മീനിങ് തന്നെ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്, കള്ളങ്ങളെല്ലാം വെളിച്ചത്തായിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വർഷങ്ങളുള്ള ബന്ധം വരെ ഈ ഒരു നെഗറ്റിവിറ്റി കാരണം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന നെഗറ്റീവ് കമൻസിന് ഇന്ന് റിപ്ലൈ ചെയ്യുക എന്നുള്ളൊരു കാര്യം എന്നെ സംബന്ധിച്ചൊരു ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ബിക്കോസ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തെ പറ്റിയാണല്ലോ ചെയ്യാൻ പോകുന്നത്. യെസ്, അപ്പോൾ ഗൈസ് നമുക്ക് ഓരോരോ നെഗറ്റീവ് കമൻസ് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ്, നെഗറ്റീവ് കമൻസ് എനിക്ക് പോസിറ്റീവ് ക്രിറ്റിസിസം ഭയങ്കര ഇഷ്ടമാണ്. ക്രിറ്റിസിസം യെസ് ഓഫ് കോഴ്സ് എല്ലാവരും ചെയ്യാൻ, എല്ലാവർക്കും സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാതാലും നല്ലത് പറയുന്നവരും നെഗറ്റീവ് പറയുന്നവരും ഒരു എന്താ പറയുക, ഒന്നുമല്ലാതെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്നവരും ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ കേൾക്കുക, അത് വിടുക എന്നല്ലാതെ അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ ചകഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് കമൻസ് ഓരോന്നായിട്ട് നോക്കാം അല്ലേ. കമോൺ. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിറ്റിസിസം അല്ലേ, പോസിറ്റീവ് ക്രിറ്റിസിസം. ഇപ്പം നമ്മൾ ചെയ്ത ഒരു കാര്യം നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലേ. പക്ഷെ ചിലർ വന്നിട്ട് ഭയങ്കര ഒഫൻസീവായിട്ട് അങ്ങനെ പറഞ്ഞാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അത് എത്രത്തോളം വിഷമം ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായമായിരിക്കും അങ്ങനെ പറയണ്ടാവുക. ചിലരത് പറയുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കണ കാണുമ്പോൾ ഒരു സുഖം കിട്ടാൻ പറയുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന കുറച്ച് റാൻഡം കമൻസുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഒന്നാമത്തെ കമൻറ്റ് നമുക്കിത് വായിക്കാം. ഓക്കെ, ഓവർ എക്സ്പ്രഷൻ, ഓവർ ആക്ഷൻ ആൻഡ് പട്ടി ഷോ. കഷ്ടം, നിനക്ക് വട്ട. ആർക്കോ എനിക്ക് തോന്നുന്നത് ഭയങ്കര ദേഷ്യമുള്ള ആളാന്ന് തോന്നുന്നു കേട്ടോ എന്നോട് പേഴ്സണലി. എന്തൊക്കെയാന്ന് നോക്കി ആർക്കങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് പറ്റണില്ല. ഓവർ എക്സ്പ്രഷൻ, ഓവർ ആക്ഷൻ, പട്ടി ഷോ ആണ് ഗൈസ് എനിക്ക്. നിനക്ക് വട്ടാണ് എന്ന് പറഞ്ഞത് മെയിനായിട്ട് എൻ്റെ ഡാൻസ് വീഡിയോൻ്റെ താഴെ വന്നിരിക്കുന്ന ഒരു കമൻ്റാണ് കേട്ടോ. ഓവർ ആക്ഷൻ എന്ന് പറയുന്നത് പൊതുവേ ഞാൻ എന്നുള്ളൊരു ഡാൻസർ
കുറച്ച് എനർജറ്റിക് ആയിട്ട് കളിക്കുന്ന ഒരു ഡാൻസർ ആണെന്നാണ് നിങ്ങൾ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ആൻഡ് എക്സ്പ്രഷൻ, ആസ് എ ഡാൻസർ ഞാൻ എക്സ്പ്രഷൻസ് ഇട്ട് അത്യാവശ്യം കളിക്കുന്ന ഒരാൾ തന്നെയാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളിക്കുന്ന ഒരു സാധനം ഫുള്ളായിട്ട് അതിനെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ടൊരു കണക്ഷൻ വേണം അല്ലേ? അതിനൊരു എക്സ്പ്രഷൻ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ഡാൻസ് കളിച്ചിട്ട് കാര്യമില്ല. ആ ഒരു എക്സ്പ്രഷൻ കൊടുത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് ഓഡിയൻസിനായാലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ അത് കംപ്ലീറ്റ് ആക്കുള്ളൂ. സോ എക്സ്പ്രഷൻ ഇല്ലാതെ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാൻ പാടില്ല. ചേച്ചിയോ ചേട്ടാ സോറി. ആൻഡ് പട്ടി ഷോ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അങ്ങനെ ഷോ കാണിക്കണം എന്നൊന്നുമില്ല. ഇപ്പം എൻ്റെ ഷോ നിങ്ങൾക്ക് പട്ടി ഷോ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. ആൻഡ് ഓൾസോ വട്ട്, എൻ്റെ അതിപ്പോൾ രാമുണ്ണാണ് പറയേണ്ടത് ഞാൻ വട്ടുണ്ടോന്ന്. പക്ഷെ എനിക്കങ്ങനെ വട്ടുണ്ടോ രാമുട്ടാ? ചിരിക്കുന്ന ഓക്കെ, അങ്ങനെ വട്ടുള്ള കൂട്ടത്തിലൊന്നും അല്ലാന്ന് തോന്നണു. ഇനി വട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണാണെങ്കിൽ ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ആ ഒരു വട്ട് സഹിക്കുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. ആൾക്ക് കുഴപ്പമില്ലാത്തടത്തോളം ഒരു കാലം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കമൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇപ്പോൾ ആൾക്ക് എൻ്റെ എക്സ്പ്രഷൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ അല്ലേ ഓവറാണ്, എനിക്ക് പട്ടി ഷോ ആണ്, എനിക്ക് വട്ടാണെന്നും കൂടെ എന്ന് വെച്ചാൽ ലൈക്ക് അങ്ങനെ പറഞ്ഞിട്ടാണ് ആളുടെ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ എന്നോടുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നുണ്ടാവുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ആൾക്ക് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകുന്ന ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ വന്നിട്ടുണ്ടാവുക. നമുക്ക് ഒരിക്കലും ആളുടെ ആ ഒരു അവസ്ഥ അറിയാതെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. മാത്രമല്ല എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്ത ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമെന്ന് പറയുമ്പോൾ അയാളോട് ഒന്നും തോന്നത്തില്ല, മറിച്ച് അയാളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുപോലെ ഒരു ആർട്ടിസ്റ്റിന് ഡാൻസ് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടീനോടോ അല്ലെങ്കിൽ പാടാൻ കഴിവുള്ള ഒരാളോടോ ഒരിക്കലും ദേഷ്യവും വിദ്വേഷവും അല്ലെങ്കിൽ ഒരു അസൂയ തോന്നാൻ സാധ്യതകൾ വളരെ കുറവാണ്. കാരണം അവർക്കറിയാം ഒരാൾ അതിലെത്താൻ വേണ്ടി സ്ട്രഗിൾ ചെയ്ത വഴികൾ. അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുള്ളവർക്ക് ഒരിക്കലും ഒരു അസൂയയോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉയർന്നു വരൽ മാക്സിമം കുറവായിരിക്കും. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ തൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കായിരിക്കും കുറച്ചുകൂടെ അധികം ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവുക. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇവരെല്ലാം ആ ഒരു കൂട്ടത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് പറഞ്ഞാലും എനിക്കൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഇതും കൈൻഡ് ഓഫ് എനിക്കൊരു സപ്പോർട്ടിംഗ് ആണ്. നാളെ എനിക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടായിട്ടാണ് ഞാനിതിനെ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നാളെ ഞാൻ മറ്റുള്ളവരായിട്ടുള്ള കമ്പയർ ചെയ്യാൻ പോകുന്നത് ഇന്നലത്തേക്കാൾ ഞാൻ എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നേ ഞാൻ വിചാരിക്കാറുള്ളൂ. സോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആൻഡ് അത് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. സോ ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടേക്കുന്ന ആളുടെ പേരോ ഒന്നും ഞാൻ പറയണില്ല. കാരണം പേര് പറഞ്ഞിട്ട് ആളങ്ങോട്ട് ഫേമസ് ആവില്ല. അതുകൊണ്ട് ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. പക്ഷേ നല്ലത് ചിന്തിക്കാനും പറയാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് നല്ലതുണ്ടാകുന്നു എന്നൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് അടുത്ത കമൻറ്റ് വായിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത കമൻറ്റ്. അപ്പോൾ പൊതുവേ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഡാൻസ് വീഡിയോസിൽ മിക്കതും വെഡ്ഡിങ് ഡാൻസ് വീഡിയോസ്. ഓഫ് കോഴ്സ് ഞാൻ ഇവൻറ്റ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റേതായാലും എല്ലാവരുടെയും വെഡ്ഡിങ്ങിൽ ഡാൻസ് കളിച്ചിട്ടുള്ള ഒരാളാണ്. സോ അങ്ങനെ എസ്പെഷ്യലി വെഡ്ഡിങ് ഡാൻസിന് വന്നിട്ടുള്ളൊരു കമൻറ്റാണ് കേട്ടോ അത്. ഓക്കെ, സീരിയസ്ലി ഇസ് ഇറ്റ് എ വെഡ്ഡിങ് ഒക്കേഷൻ? Please don't go marriage like this, because in future if your children will see and they will follow blindly in another ways. This kind of marriage, please don't forget your culture. This is not your present trend. Please don't do that. I request you my people, please don't. Okay, I don't. Okay, അപ്പോൾ ഈ ഒരു കമൻറ്റ് എനിക്ക് മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ കുട്ടികൾക്ക് because in future if your children will see and they will follow blindly in another ways, വേറൊരു തരത്തിൽ അവർ അതിനെ എടുക്കും. ആൻഡ് ഓൾസോ അവർ നമ്മുടെ കൾച്ചർ മറക്കും. മാത്രമല്ല ഇതല്ല നമ്മുടെ ട്രെൻഡ്, ഇത് ചെയ്യരുത്, നിങ്ങൾ എൻ്റെ പീപ്പിളാണ്, സോ അതുകൊണ്ട് ചെയ്യരുത് എന്നുള്ള മീനിങ് ആണ് ചെയ്തത്. ആൻഡ് ഇതൊരു വെഡ്ഡിങ് ഒക്കേഷൻ തന്നെ ആണോ എന്ന് ആൾ ചോദിച്ചേക്കാണ്. സോ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് വെഡ്ഡിങ് ഡാൻസ് എസ്പെഷ്യലി നമ്മൾ വെഡ്ഡിങ് ഇവൻറ്റ്സ് കൊറിയോഗ്രാഫീസ് എല്ലാം ഇവൻ്റായിട്ട് ചെയ്യുന്നവരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഡാൻസ് വീഡിയോസ് മിക്കതും സോങ്സ് സെലക്ട് ചെയ്യുന്നത് ക്ലൈൻറ്റ് തന്നെ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് അറിയുന്ന ഒരു വെഡ്ഡിങ് മഞ്ജുഷയുടെ വെഡ്ഡിങ്, ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു വെഡ്ഡിങ് ആണല്ലോ. മഞ്ജുഷയുടെ ആ ഒരു വെഡ്ഡിങ് ഡാൻസ് എല്ലാ സോങ്സും ചൂസ് ചെയ്തിരിക്കുന്നത് മഞ്ജുഷ തന്നെയാണ്. അതിൽ ഒരു പാട്ട് മറ്റേ അടിപൊളി ആ ഒരു സോങ് മാത്രമേ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് ഒരു അടിപൊളി പാട്ട് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചൂസ് ചെയ്ത്. മനസ്സിലായോ ആ സോങ്?
ഓക്കെ, അപ്പോൾ ലൈക്ക് ആ ക്ലയൻറ്റ് തന്നെയാണ് അവരുടെ വെഡ്ഡിങ് എങ്ങനെ വേണമെന്ന്, ഞാൻ മഞ്ജുഷയുടെ മാത്രമല്ല പറയുന്നത്, എല്ലാ ക്ലയൻറ്റുകളാണ് തീരുമാനിക്കുന്നത് അവരവരുടെ വെഡ്ഡിങ് എന്തൊക്കെ വേണമെന്ന്. ഇപ്പോൾ എൻ്റെ വെഡ്ഡിങ് ഡാൻസ് ഞാനാണ് തീരുമാനിച്ചത് ഏത് സോങ്ങാണ് വേണം, അതുപോലെ തന്നെ ഓരോരുത്തരും അവരവരെ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ പറ്റുള്ളൂ, ഇതാണ് നമ്മുടെ സംസ്കാരം, കൾച്ചർ, അല്ലെങ്കിൽ കുട്ടികൾ വേറെ രീതിയിൽ, കുട്ടികൾക്ക് നശിക്കാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഡാൻസിൽ ഒരു നല്ല പാട്ട് അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ്ങിന് നല്ലൊരു പാട്ട് ഡാൻസ് കളിച്ചിട്ട് വേണോ കുട്ടികൾ നശിക്കാനായിട്ട്? ഇതൊക്കെ ആ ഒരു സെൻസിൽ എടുക്കാതെ ഇതിന് ഇത്ര വലിയ സംഭവമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ബിക്കോസ് എല്ലാവരും കല്യാണം കഴിക്കുന്നത് എന്തിനാ? അവരുടെ ഒരു സന്തോഷത്തിനാണ്, അവരുടെ ഒരു വലിയ വാല്യബിൾ ആയിട്ടുള്ള ഒരു ഡേ ആണ്. അതിൽ ഇന്നത് ചെയ്യരുത് അത് ചെയ്യരുത് എന്നുദ്ദേശിച്ച് അത് അവരുടെ ഇഷ്ടമാണ്. നമ്മളീ പുറത്ത് നിൽക്കുന്നവർക്ക് അത് പറയാനുള്ള ഒരു അർഹതയില്ല. അപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം പെർഫെക്റ്റ് ആക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ കടമ. സോ അത് ചെയ്യുന്നിടത്തോളം എനിക്ക് ആ ക്ലയൻറ്റ് പറയുന്നതേ കേൾക്കാൻ പറ്റുള്ളൂ. ഇനി എൻ്റെ കല്യാണത്തിന് ഞാൻ കളിച്ച പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളിച്ചത് കൊണ്ടാണ് ഗൈസ് എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഇത്രയും സംസാരിക്കാൻ പറ്റുന്നത്. കാരണം എനിക്ക് അത്രയും നല്ല ഒരു റീച്ചുള്ള വീഡിയോ പോലും എൻ്റെ ചാനലിലില്ല. അപ്പോൾ അത്രയും നന്നായിട്ട് എല്ലാവരും എടുത്തിട്ടുള്ളതുകൊണ്ടാണ്. ബിക്കോസ് ഒരുപാട് കമൻസ്, ബിക്കോസ് ഈ അടുത്ത് പോലും ഞാനൊരു ഊബറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 35+ വരും അതിൽ ഡ്രൈവർ ചേട്ടൻ കേട്ടോ. അപ്പം ഞാനിങ്ങനെ കയറി കഴിഞ്ഞാൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ ചേട്ടനായിട്ട് സംസാരിക്കുന്ന ഒരു സമയത്ത് ആ ചേട്ടൻ്റെ മനസ്സിലായി, ചേട്ടനോട് ഒരു കല്യാണ ഡാൻസ്, ഞാൻ അത് മോളാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ അതെ ചേട്ടാന്ന് പറഞ്ഞു. അയ്യോ മോളെ, അത് ഞാൻ കണ്ടിട്ട് ഭയങ്കര ഫാൻ, എൻ്റെ വൈഫിനും കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ലൈക്ക് ഞാൻ അന്ന് ആ ഒരു പാട്ട് ചൂസ് ചെയ്തപ്പോൾ അന്ന് അത് കളിച്ചത് കൊണ്ടാണല്ലോ അവരിപ്പോഴും എന്നെ ഓർത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഞാൻ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തത് കൊണ്ടാണ്. അപ്പം ഇതുപോലെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടം ഇതാണെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ ഇതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിർബന്ധം പിടിക്കരുത്, അത് നടക്കൂല, അത്രേ ഉള്ളൂ. അപ്പോൾ മാരേജിനെ പറ്റി, അത് നമ്മൾ ചൂസ് ചെയ്യുന്ന സോങ്സിനെ പറ്റിയിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതെല്ലാം അവരവരുടെ ഇഷ്ടമാണ്, അത് അവരവരുടെ ഫ്രീഡത്തിൽ അങ്ങ് കൊടുക്കുന്നേ. നമുക്ക് അഭിപ്രായം പറയാം, പക്ഷെ അത് ചെയ്യാൻ പാടില്ലോ, അത് നമ്മുടെ കൾച്ചറിനെതിരാണ് എന്നൊന്നും വെറുതെ പറയണ്ട, ആരും കേൾക്കൂല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ Q&A എന്ന് വിചാരിച്ച അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത നെഗറ്റീവ് കമന്റ്. ഇത് കേക്ക് നിങ്ങൾ, ഇതെന്തിൻ്റെ താഴെ വന്നാന്നറിയോ? ഇത് ഞാനും രാമുണ്ണും കൂടെ വീട് മാറിയില്ലായിരുന്നു. അപ്പം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ. അതിൻ്റെ താഴെ വന്നേക്കാണ്, അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് എന്തിനാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? അയ്യോ, എന്നെ ഏതോ കുടുംബത്തിലാണ് ആളാന്ന് തോന്നുന്നു. അപ്പോൾ അച്ഛനും അമ്മേനെ ഉപേക്ഷിച്ച് താമസിക്കുന്നത് എന്തിനാണ് അല്ലേ, അതല്ലേ ചോദിച്ചേക്കണത്. എന്തിനാ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന് വെച്ചാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ താമസിച്ചിരുന്നു അല്ലേ. കാരണം രാമൂട്ടൻ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ തന്നെ താമസിച്ചത്. അപ്പോൾ ലൈക്ക് ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത് മാറി താമസിച്ചതെന്ന് ഇപ്പോഴും അത് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട്. ലൈക്ക് ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോസ് കണ്ടാൽ തന്നെ ഞങ്ങൾ മനസ്സിലാകും. ആൻഡ് ആസ് എൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞങ്ങളൊരു പുതിയ ലൈഫ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. ലൈക്ക് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്, ഞങ്ങളുടെ ബോണ്ട് എങ്ങനെയാണ്. പ്രേമിച്ചിരുന്ന സമയത്തൊക്കെ പോലെ അല്ല നമ്മൾ ഒരുമിച്ച് താമസിക്കണല്ലേ. ഒരുമിച്ച് താമസിച്ചിട്ട് ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്ന ഒരു കപ്പിളും കൂടിയാണ്. അപ്പം അതൊക്കെ മാറി ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ എങ്ങനെയാണെന്ന് ആ ലൈഫ് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തനിയെ താമസിച്ചത്. ആൻഡ് അതിന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ അച്ഛനും അമ്മയും തന്നെയാണ്. കാരണം എൻ്റെ അമ്മയും അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മു നീ ഒറ്റയ്ക്ക് താമസിക്കണം, എന്നാലേ നീ പഠിക്കുള്ളൂ, എങ്ങനെയാണ് ലൈഫ്. കാരണം അച്ഛനും അമ്മയും എന്നെ ഭയങ്കര പാമ്പർ ചെയ്തിട്ടാണ് വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ലൈക്ക് അങ്ങനെ അല്ലാതെ കുറച്ചും കൂടെ സ്വന്തമായിട്ടൊന്ന് സർവൈവ് ചെയ്യാൻ പഠിക്കണം എന്ന് അവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് അവരും പറയാറുണ്ട് ഒന്ന് മാറി താമസിച്ച് നോക്ക് എന്നുള്ളത്. സോ അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ്. അത് ഞങ്ങൾ മാത്രമല്ല, എല്ലാ കപ്പിൾസും ആക്ച്വലി ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിടണം. എന്ന് വെച്ചാൽ നമ്മളും നമ്മുടെ ഹസ്ബൻഡും മാത്രമാകുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് ലൈഫ് തന്നെയാണ്. ലൈക്ക് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും, നമ്മൾ കുറച്ചുകൂടെ കണക്റ്റഡ് ആകും. ഞാൻ രാമുവിനായിട്ട് ഇത്രയും കണക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാറിയതിന് ശേഷമാണ്. എന്തും സംസാരിക്കാം, എന്തും തുറന്നു പറയാം. ആൻഡ് ഓൾസോ നമുക്ക് വഴക്കിടാൻ പോലും പറ്റാറില്ല. അത് വഴക്കിട്ട് കഴിഞ്ഞാൽ പോലും അത് പെട്ടെന്ന് തന്നെ അത് സോൾവ് ആയി ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും. സോ ഞങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ആയതാണ്. പിന്നെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നിൽക്കുന്ന, സ്വന്തം കാര്യം നോക്കാൻ പറ്റിയിട്ടുള്ള പാരൻസാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും. ഞങ്ങളുടെ അച്ഛനും അമ്മയും പിന്നെ വയസ്സായിട്ടുമില്ല. സോ അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റും. പിന്നെ അവർക്കൊരു സപ്പോർട്ട് വേണ്ട സമയത്ത് ഓഫ് കോഴ്സ് ആസ് എ ചിൽഡ്രൻ ഞങ്ങൾ എന്തായാലും ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും ബോധർ ചെയ്യേണ്ടയോ അല്ലെങ്കിൽ അതിന് ഇത്ര ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ അച്ഛനമ്മമാരല്ല, നമ്മൾ എന്തായാലും അത് നോക്കി തന്നെ ചെയ്തിരിക്കും. ഓക്കെ, സോ അവർക്ക് ഒറ്റയ്ക്കെന്നുള്ള വിഷമം വേണ്ട. കാരണം അവർക്ക് ഒറ്റയ്ക്കാന്നുള്ള തോന്നൽ ഞങ്ങൾ തോന്നിച്ചിട്ടില്ല. പിന്നെ എത്രത്തോളം ഞങ്ങൾ തമ്മിൽ ആ കണക്റ്റ് ആയി എന്നുള്ളൊരു കാര്യം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടിരുന്നത് എനിക്ക്
മനസ്സിലാവും. ഇതായിരുന്നു ലൈക്ക് അതിൽ പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ വരെ പോയിരുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകാനുള്ള ആ ഒരു പ്രോസസ്സ്, ആ ഒരു ജേണി, അത് കൂടുതലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങളെന്ന് പറഞ്ഞൊരു ഈ ഒറ്റയ്ക്കൊന്ന് നിന്നപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. സോ ഇത് ഞങ്ങളുടെ ഒരു തെറ്റായ തീരുമാനമല്ല, ഞങ്ങൾക്കത് നല്ല ഗുണങ്ങളെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, അടുത്ത നെഗറ്റീവ് കമൻറ്റ്. ആള് കുറച്ച് ദേഷ്യത്തിലാന്ന് തോന്നുന്നു. ഈ അമ്മച്ചീനെ എനിക്ക് ഇഷ്ടമല്ല. അമ്മച്ചീന്നാ വന്ന് ഈ പെണ്ണ് തുണിയില്ലാതായല്ലോ. എൻ്റെ അമ്മേ, ഏതോ ഭയങ്കര എന്താ പറയാ, എനിക്ക് എന്താ അതിൻ്റെ ഒരു വാക്ക് പറയല്ലോ രാമൂട്ട, എന്താട്ടോ, കുലസ്ത്രീ. ഏതോ കുലസ്ത്രീ അല്ല, കുലപുരുഷനാണ്. ഞാൻ പേര് പറയില്ലടാ. ഓക്കെ, ഒരു കുലപുരുഷനാണ് പറഞ്ഞേക്കണത്. ഞാൻ അമ്മച്ചിന്നൊക്കെ വിളിച്ച് പറഞ്ഞേക്കാം, കുഴപ്പമില്ല. അത് ചിലപ്പോൾ ഞാൻ ഭയങ്കര ചേച്ചി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അമ്മയുടെ പ്രായം. എനിക്കൊരു ഒരമ്മ പ്രായമൊക്കെ എനിക്കായി. സാരി ഓക്കെ, യെസ്, അമ്മേനോട് പറയുന്നത് കുഴപ്പമില്ല. അമ്മച്ചി എന്ന് വെച്ചാൽ കുറച്ച് റെസ്പെക്റ്റ് ആണല്ലോ അമ്മച്ചി, അത് കുഴപ്പമില്ല, അത് ക്ഷമിച്ച് ഞാൻ. ഓക്കെ, തുണിയില്ലാതായല്ലോ എന്ന്. ഇത് മെയിനായിട്ട് നമ്മുടെ ബാലിയിലെ വീഡിയോൻ്റെ താഴെ വന്നിങ്ങനെ കമൻ്റ് ആണ് കേട്ടോ. എൻ്റെ പൊന്ന് ചേട്ടാ, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സല്ലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. മാത്രമല്ല ഞാൻ ഇടുന്ന എല്ലാ ഡ്രസ്സിലും ഞാൻ കംഫർട്ടബിൾ ആണ്. മാത്രമല്ല എനിക്ക് ചേട്ടനല്ലല്ലേ ഡ്രസ്സ് മേടിച്ചത്, ഞാൻ ഒറ്റയ്ക്കല്ലേ മേടിക്കുന്നത്. ഒന്നെങ്കിൽ ഞാൻ മേടിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മേടിച്ചത്. ഇതിന് ചേട്ടൻ എന്തിനാ ഇത്ര പ്രശ്നം? പറ, എന്താ പ്രശ്നം? ആൻഡ് ഗൈസ്, ഇങ്ങനെയുള്ള കമൻറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മളെ ചിലപ്പോൾ വിഷമിച്ച്, ഇപ്പം കുറേ പേർക്ക് ഇങ്ങനത്തെ ഫേസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഒരു ആഗ്രഹിച്ചൊരു ഡ്രസ്സ് ഇടുമ്പോഴായിരിക്കും ഏത് ഭയങ്കരമായിട്ട് ഒട്ടിയിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് ചേരുന്നില്ല. മെയിനായിട്ടുള്ളൊരു സാധനം അതാണ് ഇവർ പറയാൻ പോകുന്നത്, ചേരണില്ല. അപ്പം നമുക്ക് തോന്നും നമുക്ക് ചേരണില്ല. പക്ഷെ ആക്ച്വലി അവരുടെ മൈൻഡ് സെറ്റ് നമ്മുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ് പ്രധാന ഉദ്ദേശം. കാരണം ഈ ചേരില്ല, എന്തൊക്കെ ഇട്ടിട്ട് ഒരു മെനയാവുന്നില്ലല്ലോ, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വയം തോന്നുമല്ലോ, ശരിയാണല്ലോ, അത്ര രസമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ലൈക്ക് നമ്മൾ പിന്നീട് അത് യൂസ് ചെയ്യാതിരിക്കും. അപ്പോൾ അതാണ് മെയിൻ ഉദ്ദേശമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ധരിക്കുക. അത് ആരുടെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈക്ക് നമ്മൾ ഇഷ്ടമുള്ളത് ഇടുക എന്നുള്ളത് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഫ്രീഡം അല്ലേ. അത് ലൈക്ക് ബേസിക് ആയിട്ടുള്ളൊരു റൈറ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള എന്താണ് നമ്മൾ ധരിക്കുക എന്നുള്ളത്. അത് ചോദ്യം ചെയ്യാൻ ആർക്കും ഒരു അവകാശമില്ല. അതിൽ അഭിപ്രായം പറയാം, പക്ഷെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് നമ്മൾ ഒരിക്കലും കൺസേൺ ആവുക, വിഷമിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഹാപ്പി ആണോ, നിങ്ങൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഹാപ്പി ആണെന്നെങ്കിൽ മൈൻഡ് ആക്കുകയും വേണ്ട. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇട്ടേക്കുന്ന ഒരു ബോഡി ഷേമിൻ്റെ വീഡിയോ, എനിക്ക് തോന്നുന്നതിൽ ഒരുപാട് കമൻസ് ഞാൻ കണ്ടു. അതിൽ കുറേ പേര് അവരുടെ ഒരു അനുഭവങ്ങൾ ഷെയർ ചെയ്തത് ഞാൻ കണ്ടായിരുന്നു. അപ്പം മിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. എല്ലാ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് ഈ മറ്റുള്ളവരുടെ ആ ഒരു ഇഷ്ടങ്ങൾ നമ്മുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കാം, ആൻഡ് അത് കളിയാക്ക രൂപത്തിൽ പറയാം. അപ്പം ഇത്രയും ഒഫെൻസീവായിട്ട് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ഹേർട്ട് ആവുന്ന പോലും അവർ ചിന്തിക്കുന്നുണ്ടാവില്ല. സോ അവരിൽ നമ്മൾ ട്രിഗർ ആകാതെ അതൊന്നും ബാധിക്കാത്ത പോലെ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് നോക്കിയേ, നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് നോക്കിയാൽ പിന്നീട് അവർ തന്നെ പറച്ചിലൊക്കെ നിർത്തിക്കോളും. സോ ഈ പറഞ്ഞ ചേട്ടൻ എന്ത് പറഞ്ഞാലും ഈ അമ്മച്ചി അത് തന്നെ ഇടുള്ളൂ. ഓക്കെ ഗൈസ്, സോ ദ ലാസ്റ്റ് നെഗറ്റീവ് കമൻറ്റ്. ഇത് ലൈക്ക് ഇതങ്ങനെ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട് ആ ഒരാളുടെ ചേതോവികാരത്തെ പറ്റി ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് കൺസേൺ ആയിട്ടുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഒരാളുടെ വിഷമത്തെ അല്ലെങ്കിൽ അയാളെ ഏറ്റവും കൂടുതൽ വൾണറബിൾ ആക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് ഒരാൾ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി പറഞ്ഞിരിക്കുന്നത്. സോ അതെന്താന്ന് കേട്ടോ. സോ ആ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, റീച്ച് കിട്ടാൻ വേണ്ടിയല്ലേ എപ്പോഴും ചേട്ടൻ്റെ പേര് പറയുന്നത്. ഇങ്ങനത്തെ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് വിഷമമായി. കാരണം ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെ എന്നെ ഇപ്പോൾ കാണുന്നവർ കുറച്ച് പേരുണ്ടാവും, പക്ഷെ എൻ്റെ വ്ളോഗ്സും അതുപോലെ ഞാൻ എന്നുള്ളൊരു ക്രിയേറ്ററും പണ്ടേ മുതൽ തുടങ്ങിയ സമയത്ത് തന്നെ ഫോളോ ചെയ്യുന്നവർക്ക് ഉണ്ടാവും. കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഈ ഒരു പേര്, വൃന്ദ അർജുൻ എന്നുള്ള ഈ പേര് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം തന്നെ എൻ്റെ ചേട്ടായിയാണ് എനിക്ക് ഡാൻസ് എല്ലാം പഠിപ്പിച്ചു തന്നത്. സോ എൻ്റെ പേരിലൂടെ എൻ്റെ ചേട്ടായി ഈ ലോകത്ത് അറിയപ്പെടണം, എന്നിലൂടെ അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പിന്നെ ചേട്ടായുടെ പേര് വെച്ചിട്ട് എനിക്ക് റീച്ച് അങ്ങനെ നേരേണ്ട ആവശ്യമില്ല. ആൻഡ് വൺ മോർ തിങ്, ലൈക്ക് എനിക്ക് രാമുട്ടിനെ പോലെയും അച്ഛനും അമ്മേനെയും പോലെ തന്നെയാണ് എൻ്റെ ചേട്ടായി. എൻ്റെ ലൈഫിലുള്ള ഒരാൾ തന്നെയാണ്, കൂടെ ഇല്ല എന്നുള്ളത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുമ്പോൾ അതിൽ ഓഫ്കോഴ്സ് എൻ്റെ ചേട്ടായി ഉണ്ടാകും അല്ലേ. എൻ്റെ രാമുട്ടിനെ പറ്റി ഞാൻ പറയുന്ന പോലെ തന്നെയാണ് എൻ്റെ ചേട്ടായിനെ പറ്റി ഞാൻ പറയുമ്പോൾ, അതുകൊണ്ട് ആ ലൈഫിൽ എൻ്റെ ചേട്ടായി എപ്പോഴും ഉണ്ടാവും.
അതുകൊണ്ട് ഞാൻ അത് പറയുകയും ചെയ്യും. ആൻഡ് അത് പറയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സന്തോഷം കിട്ടുക. അതിപ്പോൾ നിങ്ങൾ പറയുന്ന റീച്ചിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞ ഒരാളങ്ങനെ പറയാമെന്ന് വെച്ചിട്ട് എനിക്കിപ്പോൾ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ല, ഒന്നുമില്ല അതിന് മറുപടി പറയാൻ. ആൻഡ് ഇപ്പോൾ ചോദ്യങ്ങളിൽ പലതും ഇങ്ങനെ വരാറുണ്ട്, ചേട്ടായിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിലും എൻ്റെ പാരൻസിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാവരും സങ്കടം വരുന്ന കാര്യങ്ങൾ ആലോചിക്കാതെയും മാക്സിമം ഓർക്കാതിരിക്കാനും പറയാതിരിക്കാനും ശ്രമിക്കണവരാണല്ലേ. അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ ചെയ്യണം. അതിനെപ്പറ്റി ഞങ്ങൾ പറയുമ്പോഴും സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതേപ്പറ്റി പറയാത്തത്. ഈവൻ Q&Aയിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക ഹൂസ് അർജുൻ എന്ന് ചോദിക്കുന്നവരുടെ അടുത്താണ് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുക, അർജുൻ ഇസ് മൈ ബ്രദർ, എൻ്റെ ചേട്ടായിയാണ് അർജുൻ എന്നാണ് ഞാൻ ഉത്തരം പറയാറ്. അതുകൊണ്ട് തന്നെയാണ് Q&Aയിൽ എപ്പോഴും, കാരണം പുതിയ സബ്സ്ക്രൈബേഴ്സിന് ആർക്കും വലിയ ഐഡിയ ഇല്ല ആര് അർജുൻ, അപ്പം അങ്ങനെയാണ് ഞാൻ പറയാറ്. അതിൽ പോലും ഈ വരുന്ന ചോദ്യങ്ങൾ ഞാൻ ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. പെട്ടെന്ന് കുറച്ച് ഇമോഷണലായി, ബട്ട് സ്റ്റിൽ എനിക്ക് കുഴപ്പമില്ല. അങ്ങനത്തെ കുറച്ച് കമൻസ് വരുന്നവർ, അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവർക്ക് ജസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കമൻറ്റ് സെഷനിൽ കുറച്ച് കൂടുതലായിട്ട് വന്ന നെഗറ്റീവ് കമൻറ്റ്സ്. ഞാൻ കുറേ തപ്പി കേട്ടോ, രാമുണ്ണിനെ പറ്റിയിട്ട് വല്ല നെഗറ്റീവ് കമൻറ്റ് ഞാനൊന്നും കണ്ടില്ല. അപ്പം ഞാനിങ്ങനെ എൻ്റെ എഡിറ്ററിനോട് പറഞ്ഞേടാ ഒന്ന് നോക്കുമോ രാമുണ്ണിനെ പറ്റിയിട്ട് കമൻറ്റ് ഒന്ന്, അവനൊരു പണി കൊടുക്കാമെന്ന്. ചേച്ചി ചേട്ടൻ്റെ ഹേറ്റേഴ്സ് ഇല്ലാന്ന്. അപ്പോൾ ചേട്ടൻ്റെ ഹേറ്റേഴ്സും ഭയങ്കര കുറവാണ് ചേട്ടാ. ചേട്ടനോടെ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, സോ ഇതൊക്കെയാണ് പൊതുവേ നമുക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് കമൻസ്. സോ ഇതിന് ഞാൻ റിയാക്ഷനും റെസ്പോണ്ടിങ്ങും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. റിയാക്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർഗ്യുമെന്റ് ചെയ്ത് സെയിം ടൈമിൽ ആർഗ്യൂ ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ദേഷ്യപ്പെടുക, അതൊക്കെയാണ് റിയാക്ടിംഗ് എന്ന് പറയുന്നത്. ഐ എം ജസ്റ്റ് റെസ്പോണ്ടിങ്, ഐ എം ജസ്റ്റ് റിപ്ലൈയിങ് ടു ദം. ലൈക്ക് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളതെന്നുള്ളൊരു പോയിന്റ്. അപ്പോൾ ഇതാണ് നെഗറ്റീവ് കമൻസ് പറയണവരുടെ ഉദ്ദേശം, നമ്മളെ മാക്സിമം അങ്ങ് തളർത്തുക. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യണ കാര്യം അങ്ങനെ ഇപ്പം നീ ചെയ്യണ്ട, ഞാൻ 2 നെഗറ്റീവ് കമൻറ്റ് ഇടാം എന്ന് പറഞ്ഞ് ചെയ്യണവരുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഈ നെഗറ്റീവ് കമൻസ് കിട്ടുന്നു. ബാക്കി ഇപ്പം നിങ്ങൾ കുട്ടികൾക്കൊക്കെ, ഇപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ ഡയറക്റ്റ് വന്ന് നെഗറ്റിവിറ്റി പറയുന്നവരൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരെ എങ്ങനെ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ മാക്സിമം അവർക്ക് ടൈം കൊടുക്കാതിരിക്കുക. അവർക്ക് അവൈലബിൾ ആയിട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് അവരിങ്ങനെ വന്ന് നെഗറ്റിവിറ്റി പറയുകയുള്ളൂ. പിന്നെ നമ്മുടെ ഒരു ക്ലോസ് സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് തിരിച്ചങ്ങോട്ട് ആർഗ്യൂ ചെയ്യാതിരിക്കുക. എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം അവരോട് നമ്മൾ ഒരിക്കലും തിരിച്ച് ആർഗ്യൂ ചെയ്യരുത്. ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൻ സീനാണ്. പിന്നെ അവരങ്ങനെ കയറി പോകും. സോ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുക. വൺസ് നിങ്ങളൊന്ന് സക്സസ് ആവുമ്പോൾ കണ്ടോ, ഈ നെഗറ്റീവ് പറഞ്ഞവർ തന്നെ അടിപൊളി, ഞാൻ പറഞ്ഞില്ലേടാ നീ അവിടെ എത്തുമെന്ന് പറഞ്ഞില്ലേ എന്ന് പറയും. ആൻഡ് മാത്രമല്ല മറ്റുള്ളവരോട് പറയും അവനെൻ്റെ കൂട്ടുകാരനായിരുന്നു, അവനോട് ഞാനത് പറഞ്ഞായിരുന്നു എന്ന് പറയുകയും ചെയ്യും. സോ ഇന്ന് നെഗറ്റീവ് പറയണവരെ നിങ്ങളൊന്നും അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഷോ ദം വിത്ത് യുവർ സക്സസ്. ഓക്കെ, മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് എന്റെ പിള്ളേർക്ക് രണ്ട് നല്ല വർത്തമാനം പോടാ അവിടെ നിന്ന്. നിന്നെ കുറിച്ച് നെഗറ്റീവ് കമന്റ് ഉണ്ടായിരുന്നു കുറച്ചധികം, ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ നെഗറ്റീവ് കമന്റ് ഇതിനെ കുറിച്ച് പറഞ്ഞില്ല